നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലല്ല, ഇത് കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് അല്ലേ? ചേർത്തല സൗത്തിലാണ്. നോക്കിയേ, ഈ മുഴുപ്പിലുള്ള കൂർക്ക നമുക്ക് സാധാരണ കാണാറില്ല. കൈ കൊണ്ട് ഇതൊന്നുമല്ല, വെറും കൈ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ പോലും തൊലി പോകുന്ന ഒരു കൂർക്കയാണ്. അത്രയും അടിപൊളി സംഭവമാണ് ഈ കാണുന്നത്. ഒരു കറിക്കുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 2 മിനിറ്റ് പോലും വേണ്ട. ഇത് കണ്ടോ, നോക്കിയേ, ഇത്രയും നേരം കൊണ്ട് തന്നെ അത്രയും ഭാഗം ക്ലീൻ ആയിട്ട് കിട്ടി. 1 ഏക്കർ സ്ഥലത്ത് കൂർക്ക ചെയ്യുന്ന ഒരാളാണ്. അങ്ങോട്ട് തിരിച്ചു കാണിച്ചേ, ദാ ഇരിക്കണ്ട, അതാണ് നമ്മുടെ കർഷക. ഐഷ ബായി എന്നാണ് കർഷകയുടെ പേര്. ഇതാണ് നീ കാണുന്ന മുഴുവൻ കൂർക്കയാണ്. ഈ കാണുന്ന 60 സെന്റ് സ്ഥലത്തിൽ 1 ഏക്കർ സ്ഥലത്താണ് ഈ പറയുന്ന കൂർക്ക കൃഷി ചെയ്യണത്. കണ്ടാ, ഇതാണ് നമ്മുടെ കൂർക്ക. ഇത് കണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ ഒന്നുമല്ല, വെറുതെ പുല്ലാണെന്ന് തോന്നും. പക്ഷേ പുല്ല് പറിക്കുമ്പം അതിൻ്റെ അടിയിൽ നിന്ന് വരുന്നത് മൊത്തം കൂർക്കയാണെന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ട, നല്ല വലിയ കൂർക്ക. അതായത് കേരളത്തിൽ കൂർക്ക കൃഷി ചെയ്യുന്ന കർഷകർ വളരെ കുറവാണ്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷം, എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ടാവും ഇത് കൂർക്ക? 30 വർഷം. 30 വർഷമായിട്ട് കൂർക്ക കൃഷി ചെയ്ത് നല്ല വരുമാനം നേടുന്ന ഒരാളാണ് ഐഷ ചേച്ചി. ഒരു കൂർക്ക മുഴുപ്പാണ്, നോക്കിയേ, ഇത് കണ്ട, നോക്കിയേ, ഈ മുഴുപ്പിലുള്ള കൂർക്ക നമുക്ക് സാധാരണ കാണാറില്ല. നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂർക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആരും ഒരുപാട് ഉപയോഗിക്കാറില്ല. കാരണം എന്താ, ഇത് ഒരുക്കണം ഭയങ്കര പണിയാണ്. എല്ലാ വീട്ടുകാർക്കും ഇഷ്ടമാണ്, പക്ഷെ അത് ഒരുക്കാൻ പാടാണ്. എത്ര വരെ കിട്ടും നമുക്ക് ഒരെണ്ണത്തിൻ്റെ അകത്ത്? മാക്സിമം 1/2 കിലോ കിട്ടും. 1/2 കിലോ കിട്ടും അല്ലേ? ഇത് എത്ര നാളായി ഈ കൂർക്ക കൃഷി തുടങ്ങിയിട്ട്? കൂർക്ക ഇവിടെയോ പാരമ്പര്യമായിട്ട് തന്നെയുള്ള എൻ്റെ അമ്മായിയമ്മ, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ നല്ല ഒരു കൂർക്ക കൃഷിക്കാരിയായിരുന്നു. പിന്നെ ഇതിപ്പോ ഞാൻ വിപണന രീതിയിൽ ഇത് മാർക്കറ്റിംഗ് കണ്ട് വലിയ രീതിയിൽ ചെയ്യുന്നതാണ്. അമ്മ ചെയ്യുമായിരുന്നു. അത് കണ്ടിട്ടാണ്. സേഫ് ആയിട്ടുള്ള കൃഷിയാണോ? സേഫാണ്, വലിയ കഷ്ടപ്പാടില്ല. ഇപ്പൊ നമുക്ക് ഞങ്ങൾ നോക്കിയാൽ, ഞാൻ നോക്കിയ പുല്ല് പിടിച്ച് കിടക്കാന്ന് എനിക്ക് തോന്നപ്പോ തോന്നിയത് കൂർക്ക. അത് വിളഞ്ഞതിന്റെ ഭാഗമാണ് അങ്ങനെ തോന്നുന്നു, പുല്ല് പിടിച്ചായിട്ട് തോന്നണം. കാരണം തണ്ടുണങ്ങി, തണ്ടല്ല, ഇല കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുള്ളൂ അല്ലേ? ഓക്കെ, ഇതിപ്പോ വിളഞ്ഞിട്ടില്ല. ഇല്ല, വിളഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലത് ഇച്ചിരി തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇല കരിയാൻ നിൽക്കുന്നല്ലേ? നമ്മുടെ കൂർക്കയുടെ വിളവെടുപ്പ് ഇങ്ങനെ കഴിഞ്ഞ് കൊണ്ടുവരണ്ട. ഇത് കണ്ട, ഈ കിടക്കുന്ന മൊത്തം ഇന്നലത്തെ ആയിട്ട് വിളവെടുപ്പാണല്ലേ? ഇന്നത്തെ ആണല്ലേ? ഇത് നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലല്ല, ഇത് കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് അല്ലേ? ചേർത്തല സൗത്തിലാണ് ഈ പറയുന്ന കൂർക്ക കൃഷി ചെയ്യുന്നത്. അത് ചെയ്യുന്ന ആളാണ് ദേ ഈ നിൽക്കുന്ന ഐഷ ഭായ്. ഈ നടുന്ന രീതി മാസം അങ്ങനെ വല്ലതും ഉണ്ടോ പ്രത്യേകിച്ച്? ഇത് കുംഭമാസത്തില് ഇതിന്റെ കുരു ഇങ്ങനെ ഈ വിത്ത് ഇട്ടിട്ട് പിന്നെ ഏതോ ഒരു തെങ്ങിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇടും. എന്നിട്ട് അതിങ്ങനെ പടർന്ന് ഇങ്ങനെ അതുപോലെ ആയിട്ട് നിറയാകും. അതിനുശേഷം വാവിന്റെ തലേ ദിവസം കർക്കിടകം, കുംഭം, മീനം, മേട, ഇടവം, മിഥുനം, കർക്കിടകം. എത്ര മാസത്തെ വിളവാണ് ഇത്? നട്ടതിന് ശേഷം 150 ദിവസം, അതാണ് കണക്ക്. നട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ. എന്നിട്ട് കർക്കിടക വാവിന്റെ തലേ ദിവസം പറിച്ച്, ഇത് പാരമ്പര്യമായിട്ട് പ്രകൃതി ആശ്രയിച്ച് ചെയ്യണമെങ്കിൽ കർക്കിടകത്തിന്റെ വാവിന്റെ തലേ ദിവസം പറിച്ചിങ്ങനെ ഒന്ന് പറിച്ചിട്ട് തണലിലേക്കിടും. തണലിലേക്കിട്ടൊന്ന് പതുക്കെ വാട്ടിയിട്ട് ഇതിങ്ങനെ ഒരു തണ്ടിങ്ങനെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ മുറിക്കും. ഇങ്ങനെ മുറിച്ചിട്ട് അതാണ് നമ്മൾ കർക്കിടക വാവിന്റെ ഒന്ന് നടും. ഇങ്ങനെ തണ്ടല്ല, കൂമ്പ്. തണ്ട്. അതാണ് അടി. പുതിയ അറിവാട്ടാ. എന്റെ വിശ്വാസം അനുസരിച്ച് ഇത് ഇങ്ങനെ നടുവെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് അത് നടുന്ന വിത്ത് പാകി ഇതാക്കി എടുക്കുന്നതാണ്. ഇതിന് വിപണനം എങ്ങനെയുണ്ട്? നല്ല മാർക്കറ്റ്. അതായത് ഇതിപ്പം ഇതല്ലേ, നോയമ്പ് സീസൺ അല്ലേ? അപ്പം അതിൻ്റെതായ ഒരു മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇനിയിപ്പം നമ്മൾ ഇവിടെയൊക്കെ കിളുത്ത് വരും. അപ്പൊ ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും നല്ല ഇനമുള്ള വിത്ത് നോക്കി എവിടെയെങ്കിലും തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഇട്ടേക്കും. സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൂർക്കയായിട്ട് വരുന്നത് അല്ലേ? ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാട് കൂർക്ക നമ്മുടെ കൂർക്ക മാർക്കറ്റിൽ എങ്ങനെയാണ്? മാർക്കറ്റിൽ നല്ല മൂവിങ് ഉള്ള ഇതാണ്. പെട്ടെന്ന് തൊലി കളയാം. പിന്നെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. നാടനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ തൊലി പോണ നോക്കിയേ. ഇത്ര ഈസി ആയിട്ട് തൊലി പോണ കണ്ടിട്ടുണ്ടോ നമ്മള്? ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത നോക്കിയേ, ഇത് നിങ്ങൾ കണ്ടിട്ട് ഒരു ചെളി ഉണ്ടാന്ന് നോക്കിയല്ലേ? നല്ല ഡീസന്റ് കൂർക്കാന്ന് പറയാം കേട്ടാ. മറ്റു കൂർക്കല്ല, ഡീസന്റ് കൂർക്ക. നമ്മൾ ഓൺലൈനിലൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, കൊറിയർ വഴിയെ. ഞാൻ ബാംഗ്ലൂർ വരെ കഴിഞ്ഞ ദിവസം 2 കിലോ
അയച്ചു കൊടുക്കും. ഇന്ത്യയിൽ എവിടെയാണ് കൊറിയർ സർവീസ് എവിടെ ചെല്ലുവോ അവിടെ അയച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ പറയാൻ പോണത് കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള ടിപ്പാണ്. ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചിരുന്നത്. ഇതെങ്ങനെ ചെയ്യാന്ന് ചേച്ചി? ഇത് ഇങ്ങനത്തെ ഒരു നെറ്റ് കഷ്ണം എടുക്കണം. ഓക്കെ, നെറ്റ് കഷ്ണം അല്ല അടിക്കൊന്നും ചെയ്യരുത്. അതിനകത്തേക്ക് ആ ഇങ്ങനെ നേരെ പൈപ്പിന് താഴത്തോണ്ട് വെക്കുക. ഇതുപോലെ ഒരു നെറ്റ് എടുത്തിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സംഭവം മാറുമെന്ന് വെച്ച് പറയാം. നോക്കാമല്ലോ നമുക്കിപ്പം. പിന്നെ അതായത് ഒരു കറിക്കുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 2 മിനിറ്റ് പോലും വേണ്ട. മതി. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. അത് ചെയ്യാവുന്നൊരു മെത്തഡായി കാണിക്കുന്നത്. ഇത് കണ്ടോ, നോക്കിയേ, ഇത്രയും നേരം കൊണ്ട് തന്നെ അത്രയും ഭാഗം ക്ലീൻ ആയിട്ട് കിട്ടി. വേണ്ട ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഇത്രയും ക്ലീനായി കിട്ടി. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറുതുണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞാൽ മാത്രം മതി. ഇത് പെട്ടെന്ന് ഇത് റെഡിയായില്ലേ. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ കൂർക്ക കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ വ്യത്യാസം അറിയണം എന്തായാലും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.